ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഉന്നക്കായയുടെ അതേ ടേസ്റ്റിൽ, എന്നാൽ ഉന്നക്കായേക്കാളും ടേസ്റ്റ് കൂടുതലാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാഷ്യും അതുപോലെ തന്നെ ബദാമും പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് എല്ലാം കൂടി റോസ്റ്റ് ചെയ്തിട്ട് ഒന്നങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്നങ്ങ് കളർ മാറി വരുന്നവരെ നമുക്കൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യും ബദാമും ഒക്കെ അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതൊരു പാത്രത്തിലാണോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അതിലൊരിച്ചിരി നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ നേന്ത്രപ്പഴം വേവിച്ചുടച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഫില്ലിംഗ് അതിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്നങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഒരു ബോളും കൂടെ ഉണ്ടാക്കിയിട്ട് പഴത്തിൻ്റെ ബോൾ നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ഒരു ഇതങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്തിട്ട് എല്ലാ സൈഡും ഒട്ടി നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് മേലെ നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം, സൈഡിലും മേലെയൊക്കെ കേട്ടോ. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതിനെ ഒന്നങ്ങ് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പാത്രത്തിൽ നെയ്യൊക്കെ തടവി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് പോന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ സൈഡും ഇതിൻ്റെ ഈ ഒരു അരികുള്ള ഭാഗമൊക്കെ ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം. ഇനി ഉണ്ടല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറ്റേ സൈഡും കൂടെ നമുക്കൊന്നങ്ങ് മൊരിച്ചെടുത്താൽ സംഭവം സെറ്റായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉന്നക്കായ കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. എന്നാൽ ഹെൽത്തിയാണ്. ഉന്നക്കായ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി. സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള നമ്മുടെ ഒരു ഫില്ലിംഗ് ഇല്ലേ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.